എടാ വിജയ, എന്താടാ ദാസ? സിനിമയിലെ നായക സങ്കല്പങ്ങളെ ബാഹ്യ സൗന്ദര്യത്തിന്റെയും സിക്സ് പാക്കിന്റെയും അതിർവരമ്പുകളിൽ നിന്ന് മോചിപ്പിച്ച് അവനവരിലെ പോരായ്മകളെ നോക്കി ചിരിക്കാൻ മലയാളിയെ പഠിപ്പിച്ച മാന്ത്രികനാണ് ശ്രീനിവാസൻ. കാപട്യങ്ങളില്ലാത്ത ലാളിത്യവും നിസ്സംഗതിയുമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ കാതൽ. തീക്ഷ്ണമായ സാമൂഹിക വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒരാൾ പോലും അദ്ദേഹത്തെ വെറുക്കുന്നില്ല എന്നതുകൂടിയാണ് ആ വ്യക്തിത്വത്തിന്റെ വിജയം. ചുറ്റുമുള്ള ലോകം മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആ മനക്കരുത്താണ് ഇന്നും അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നത്. കേവലം കഥകൾ എന്നതിലുപരി സമൂഹത്തിന് നേരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത വിരൽ ചൂണ്ടലുകളായതിനാലാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ എന്നും പ്രസക്തമാകുന്നത്. പാവപ്പെട്ടവന്റെ പടത്തലവൻ എന്ന് വിശേഷിപ്പിച്ച സന്ദേശത്തിലെ കോട്ടപ്പള്ളി പ്രഭാകരനായാലും, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനായാലും, ശ്രീനിവാസൻ വെള്ളത്തിലെ കുറിച്ചത് മലയാളിയുടെ തന്നെ പച്ചയായ ജീവിതമാണ്. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും, ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിഡ്ഢിയായ ഭർത്താവ്, വടക്ക് നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ എന്നിങ്ങനെ അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട്. 200-ലധികം സിനിമകളിൽ നടനായും അതിലേറെ മികച്ച സിനിമകളുടെ ശില്പിയായും തിളങ്ങിയ അദ്ദേഹം ജീവിത സത്യങ്ങൾ ആരോടും മുഖത്ത് നോക്കി പറയാൻ മടിക്കാത്ത ആർജവമാണ് കാത്തു സൂക്ഷിച്ചത്. പണ്ട് ദാസനോടും വിജയനോടുമൊപ്പം ചിരിച്ച മലയാളികൾ ഇന്നും അതേ സാമൂഹിക ദുരവസ്ഥകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാ തിരക്കഥാകൃത്തിന്റെ ദീർഘവീക്ഷണമാണ്. തലമുറകൾക്ക് കൈമാറാൻ സിനിമകൾ ബാക്കി വെച്ച് അദ്ദേഹം കടന്നു പോകുമ്പോഴും ആ തൂലികയിൽ വിരിഞ്ഞ ഓരോ വരിയും മരിക്കാത്ത ഓർമ്മകളായി നമുക്കിടയിലുണ്ടാകും.